Good morning. ഇവിടെ നമ്മൾ തേർഡ് സെമസ്റ്റർ BCOM കോർപ്പറേറ്റ് അക്കൗണ്ടിങ് റിവിഷൻ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആറാമത്തെ ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡേഴ്സ് 110-ലാണ് ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡീൽ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവിലുള്ള IFRS കൺവേർജ് ചെയ്തതിന് ശേഷം വന്ന ഇൻഡേഴ്സിലെ 110 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇൻട്രഡക്ഷൻ പോർഷൻ നോക്കാം. ഇൻഡേഴ്സ് 110 lays down the principle for preparation and presentation of consolidated financial statement. When an entity controls one or more other entities, it defines the principles of control and how to apply the same and explains the accounting requirement for preparing consolidated financial statement. Consolidated financial statements can be defined as the financial statements of a group of companies in which assets, liabilities, equity, income, expenses and cash flows are presented as those of a single economic entity. Okay, അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു സ്ഥാപനം, ഒരു എൻറ്റിറ്റി, ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുകയാണെങ്കിൽ, അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെയാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യം വരുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം മറ്റൊരു ബിസിനസ് സ്ഥാപനത്തെ ഏറ്റെടുക്കുന്ന നേരത്താണ് ഇവിടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾ നിയന്ത്രണം എന്താണ് ഒരു എൻറ്റിറ്റിയിലേക്ക് എത്തിപ്പെടുക. ഓക്കെ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ഥാപനങ്ങൾ എന്താണ് ഒരു എൻറ്റിറ്റിയിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സൈഡിങ് നോക്കാം. ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് കമ്പനീസ് ആൻഡ് ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ്. ഗ്രൂപ്പ് കമ്പനീസ് ആൻഡ് ഗ്രൂപ്പ് സ്ട്രക്ചേഴ്സ് അപ്പോൾ എന്താണ് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഈസ് ആൻ എക്കണോമിക് എൻറ്റിറ്റി ഫോംഡ് ഓഫ് എ സെറ്റ് ഓഫ് കമ്പനീസ് which are either companies controlled by the same company or the controlling company itself. It is a collection of parent and subsidiary companies that function as a single economic entity through a common source of control. അപ്പോൾ എന്താണ് ഗ്രൂപ്പ് കമ്പനീസ്? എന്താണ് അതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് in an economic entity formed of a set of companies which are either companies controlled by the same company or the controlling company itself. അതായത് ഒരു കമ്പനി ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ നിയന്ത്രിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? ഈ ഗ്രൂപ്പ് കമ്പനീസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൽ നിന്നുണ്ടാവും ഇതൊരു കളക്ഷൻ ഓഫ് പാരൻറ്റ് ആൻഡ് സബ്സിഡറി കമ്പനീസ് ദാറ്റ് ഫംഗ്ഷൻ ഇൻ ആസ് എ സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി ആയിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുക. ഓക്കെ, അതായത് ഒന്നിൽ കൂടുതൽ കമ്പനീസ്, പാരൻറ്റ് കമ്പനീസ് ഒരു ഗ്രൂപ്പ് ഓഫ് എന്താണ് സബ്സിഡറി കമ്പനീസിനെ കൺട്രോൾ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനി ഒരു ഗ്രൂപ്പ് ഓഫ് സബ്സിഡറി കമ്പനീസിനെ എന്താണ് കൺട്രോൾ ചെയ്യുക. അവരെല്ലാവരും കൂടി ചേർന്നിട്ടില്ലേ എന്താണ് ആ ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു പ്രവർത്തനത്തെയാണ് എന്ത് ഗ്രൂപ്പ് കമ്പനീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ മലബാർ ഗ്രൂപ്പ്, റിലയൻസ് ഗ്രൂപ്പ്, അപ്പോൾ അവർക്ക് ഒരുപാട് എന്താണ് ഒരു പാരൻറ്റ് കമ്പനി ഉണ്ടാവും. അതേപോലെ എന്താണ് ചിലപ്പോൾ ഒന്നിലധികം പാരൻറ്റ് കമ്പനീസ് ഉണ്ടാവും. അത് കൺട്രോൾ ചെയ്യുന്ന മറ്റ് സബ്സിഡറി കമ്പനീസ് ഉണ്ടാവും. ചില കമ്പനീസ് അവർ ആദ്യം തന്നെ തുടങ്ങിയ കമ്പനീസ് ആവാം. ചിലത് എന്താണ് മറ്റുള്ള തേർഡ് പാർട്ടീസ് തുടങ്ങിയ കമ്പനി അവർ ഏറ്റെടുത്ത കമ്പനീസ് ആവാം. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന്. ഓക്കെ, ഇനി താഴോട്ടേക്ക് ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ, വെൻ എ ലിമിറ്റഡ് അക്വയർസ് മെജോറിറ്റി ഓഫ് ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ് ആൻഡ് സി ലിമിറ്റഡ്, ത്രീ കമ്പനീസ് എ ലിമിറ്റഡ്, ബി ലിമിറ്റഡ് ആൻഡ് സി ലിമിറ്റഡ് ഇസ് എ ഗ്രൂപ്പ്. എ ഗ്രൂപ്പ് മേ ബി സ്ട്രക്ചേർഡ് ഇൻ എ വെറൈറ്റി ഓഫ് വേ. അതായത് എ ലിമിറ്റഡ് പിന്നെന്താണ് അക്വയർസ് മെജോറിറ്റി ഓഫ് ഷെയർ ഓഫ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെയും അതേപോലെ സി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും മെജോറിറ്റി ഓഫ് ഷെയർസ് ഈ കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് പറയുന്നതാണിത് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എ ഗ്രൂപ്പ് മേ ബി സ്ട്രക്ചർ വെറൈറ്റി ഓഫ് വേസ്. ഒരുപാട് വേസിൽ അല്ലെങ്കിൽ ഒരുപാട് രീതിയിൽ എന്താണ് അതിനെ സ്ട്രക്ചർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ആ വഴികളെന്ന് നോക്കാം. വൺ ഓർ മോർ ബിസിനസ്സസ് മേ ബിക്കം സബ്സിഡറീസ് ഓഫ് ആൻ അക്വയറർ ഓർ നെറ്റ് അസറ്റ്സ് ഓഫ് വൺ ഓർ മോർ ബിസിനസ്സസ് ആർ ലീഗലി merged into the acquirer. Subsidiary means an undertaking which is controlled by parent company. അതായത് ഒന്നിലധികം ബിസിനസ്സുകൾ, ഒരു സബ്സിഡിയുടെ ഒന്നിലധികം ബിസിനസ്സുകൾ ഒരു പാരൻറ്റ് കമ്പനി ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഫുള്ളായിട്ട് ഏറ്റെടുക്കില്ല, ചിലപ്പോൾ എന്താണ് അതിൻ്റെ ചില ബിസിനസ്സുകൾ മാത്രമേ ഏറ്റെടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് അവർക്ക് ഇപ്പോൾ ഹോട്ടൽ സർവീസസ് ഉണ്ട്, അവർക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ചിലപ്പോൾ അവർക്ക് റീറ്റെയിലിംഗ് ഉണ്ട് എന്ന് വെക്കാം. ഓക്കെ,
ചിലപ്പോൾ ഇതിൽ റീറ്റെയിലിംഗ് മാത്രം, റീറ്റെയിൽ ചെയ്യുന്ന വെച്ചാൽ ഈ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അത് മാത്രം മറ്റൊരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ എന്താണ്, അത് മാത്രമാണ് സബ്സിഡറി ആവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും ബിസിനസ് ആക്ടിവിറ്റീസ് ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നത് വൺ ഗ്രൂപ്പ് എൻറ്റിറ്റി ട്രാൻസ്ഫേഴ്സ് ഇറ്റ്സ് നെറ്റ് അസറ്റ്സ് ഓർ ഇറ്റ്സ് ഓണേഴ്സ് ട്രാൻസ്ഫർ ദെയർ ഇക്വിറ്റി ഷെയർസ് ടു അനദർ കമ്പൈനിങ് എൻറ്റിറ്റി. അപ്പോൾ ഇതിൻ്റെ നെറ്റ് അസറ്റ് മൊത്തമായിട്ടും ഒരു കമ്പനി ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ഇതിന് ഇക്വിറ്റി ഷെയർ വിൽക്കുകയോ ചെയ്താൽ എന്തായി, അതൊരു സബ്സിഡറി കമ്പനിയാവും, ഒരു പാരൻറ്റ് കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാവും. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഓൾ ഓഫ് ദി ഗ്രൂപ്പ് എൻറ്റിറ്റീസ് ട്രാൻസ്ഫർ ദെയർ നെറ്റ് അസറ്റ്സ് ഓർ ദി ഓണേഴ്സ് ഓഫ് ദോസ് എൻറ്റിറ്റീസ് ട്രാൻസ്ഫർ ദെയർ ഇക്വിറ്റി ഷെയർസ് ടു എ ന്യൂലി ഫോംഡ് എൻറ്റിറ്റി. അതായത് ഒരുപാട് കമ്പനികൾ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവരും ഒരു പുതിയൊരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് അവരുടെ നെറ്റ് അസറ്റും ഇക്വിറ്റി ഷെയറൊക്കെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ പുതുതായിട്ട് രൂപീകരിച്ച കമ്പനി എന്താവും, അതിൻ്റെ പാരൻറ്റ് കമ്പനിയാവും. നിലവിലുണ്ടായിരുന്ന കമ്പനീസൊക്കെ എന്താണ്, അതിൻ്റെ സബ്സിഡറി കമ്പനീസ് ആവും. ഓക്കെ, നാലാമത്തെ പോയിന്റ് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഫോർമർ ഓണേഴ്സ് ഓഫ് വൺ ഓഫ് ദി ഗ്രൂപ്പ് എൻറ്റിറ്റീസ് ഒബ്റ്റെയിൻസ് കൺട്രോൾ ഓഫ് ദി ഗ്രൂപ്പ് എൻറ്റിറ്റീസ്. അതായത് നിലവിൽ പണ്ടുണ്ടായിരുന്ന ഒരു ഓണർ എന്താണ്, ഇതിൻ്റെ ഗ്രൂപ്പ് എൻറ്റിറ്റീസിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെയും പാരൻ്റ് ആൻഡ് സബ്സിഡറി കമ്പനീസ് വരും. ഇപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരിക. അപ്പോൾ ഈ പോയിൻറ്റ്സ് എന്താണ്, തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിൻറ്റ്സ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്താണ് ചോദിക്കാൻ ചാൻസ്, സ്ട്രക്ചർ ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ കുറിച്ചൊരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിൻറ്റ്സ് ആണ് എഴുതേണ്ടത്. ഇത് ഫുള്ളായിട്ട് എഴുതേണ്ട കാര്യം വരുന്നില്ല, അതിൻ്റെയൊക്കെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതാണെങ്കിൽ ഇതുവരെ എഴുതിയാൽ മതി. ഇവിടെയൊക്കെ ഈ ലൈന് ഫുള്ളായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അടുത്ത സൈഡിങ് ശ്രദ്ധിക്കാം, കൺട്രോൾ. ഓക്കെ, Ind AS 110 introduces a single control model for all entities. An investor controls an investee when the investor is exposed or has rights to variable returns from its involvement with the investee and has the ability to affect those returns through its power over the investee. അപ്പോൾ ഇവിടെ എന്താണ് കൺട്രോളിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഇൻവെസ്റ്റർ, അതായത് ഒരു പാരൻറ്റ് കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സബ്സിഡറി കമ്പനിയാണ്. അവരുടെ റിട്ടേൺസിൽ കൺട്രോൾ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഇവർക്ക് നിയന്ത്രണം വരുന്നതിനെയാണ് ഇവിടെ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അധികാരം, പവർ വരുമ്പോഴാണ് അതിനെ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ Ind AS 10 പറയുന്നത്. അപ്പോൾ Ind AS 10 കൊടുത്തിരിക്കുന്ന എന്താണ് ടെർമിനോളജി ഇങ്ങനെയാണ്. അപ്പോൾ നമുക്കത് ഏത് നേരത്തെ ഇതേ രീതിയിൽ തന്നെ എന്താണ് എക്സാമിനേഷൻ എഴുതി വെക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ദേ ഹാവ് ദ റൈറ്റ് ഫോർ ദ റിട്ടേൺ ഓഫ് ദി സബ്സിഡറി കമ്പനി, ആർക്ക്, പാരൻറ്റ് കമ്പനിക്ക്. അതാണ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി താഴോട്ടേക്ക് ശ്രദ്ധിക്കുക. ദി Ind AS 10 definition of control brings out 3 distinct principles which, if present, identify the existence of control by an investor over an investment, hence the forming a parent subsidiary relationship. അപ്പോൾ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് there will be a parent subsidiary relationship. ഈ ഒരു പോയിന്റും കൂടി നമ്മുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ Ind AS 10 കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് there will be a parent subsidiary relationship. ഓക്കെ, അപ്പോൾ എന്താണ് പവർ ഓഫ് ഇൻവെസ്റ്റ് അതിൽ വരും. ഈ ഒരു റിലേഷൻഷിപ്പിൽ പവർ ഓഫ് ഇൻവെസ്റ്റ് വരും. പവർ ഓവർ ഇൻവെസ്റ്റ്, അതായത് ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റിയുടെ പുറത്തൊരു അധികാരം ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എക്സ്പോഷർ ഓർ റൈറ്റ്സ് ടു വേരിയബിൾ റിട്ടേൺസ് ഫ്രം ഇറ്റ്സ് ഇൻവോൾവ്മെൻറ്റ് വിത്ത് ഇൻവെസ്റ്റ്, അതായത് ഇവരുടെ പുറത്ത് ഇതിൻ്റെ റിട്ടേൺസിൽ വരുമാനത്തിൻ്റെ അധികാരം ആർക്കുണ്ട്, ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റിയുടെ പുറത്തുണ്ട്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് എബിലിറ്റി ടു യൂസ് ഇറ്റ്സ് പവർ ഓവർ ദി ഇൻവെസ്റ്റി ടു എഫക്ട് ദി എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺ, അതായത് ഇൻവെസ്റ്റർക്ക് എത്ര റിട്ടേൺ കിട്ടണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അധികാരവും ഇൻവെസ്റ്റർക്കാണ്. ഓക്കെ, പാരൻറ്റ് കമ്പനിക്കാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പവർ ഓഫ് ഇൻവെസ്റ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സബ് പോയിൻ്റ് ആയിട്ട് വരുന്നത്, ഇതൊക്കെയാണുള്ളതിന് എന്താണ് പാരൻറ്റ് സബ്സിഡറി റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കൺട്രോളിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണ്, ദർ ഇസ് പവർ ഓവർ ഇൻവെസ്റ്റി ഫ്രം ഇൻവെസ്റ്റർ. അപ്പോൾ എന്തൊക്കെയാണ് ആ പവറിൽ വരുന്നത് നോക്കാം. ആൻ ഇൻവെസ്റ്റർ ഹാസ് പവർ ഓവർ ആൻ ഇൻവെസ്റ്റി ഇഫ് ഇറ്റ് ഹാസ് എക്സിസ്റ്റിംഗ് റൈറ്റ്സ് ദാറ്റ് ഗിവ് ഇറ്റ് ദി കറൻറ്റ് എബിലിറ്റി ടു ഡയറക്റ്റ് റെലവൻറ്റ് ആക്ടിവിറ്റീസ്. അതായത് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസിൽ എങ്ങനെയായിരിക്കണം ഇത് ചെയ്യേണ്ടത് എന്ന് ഡയറക്റ്റ് ചെയ്യാനുള്ള അവകാശം ഒരു ഇൻവെസ്റ്റി അല്ലെങ്കിൽ ഒരു സബ്സിഡറി കമ്പനി എങ്ങനെയായിരിക്കണം അതിൻ്റെ റെലവൻറ്റ് ആക്ടിവിറ്റീസ്, ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് അത് ഡയറക്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇൻവെസ്റ്റർ ആയിരിക്കും. ഓക്കെ, ആൻ ഇൻവെസ്റ്റർ ഓൺലി നീഡ്സ് ടു ഹാവ് എബിലിറ്റി ടു കൺട്രോൾ റെലവൻറ്റ് ആക്ടിവിറ്റീസ്. ഓക്കെ,
ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നത് ബിക്കോസ് ഓഫ് ദി വേ ഇൻ വിച്ച് പവർ ഈസ് അനലൈസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻഡേഴ്സ് 110 എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൊട്ടക്റ്റീവ് ആൻഡ് സബ്സ്റ്റാൻറ്റീവ് റൈറ്റ്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് പ്രൊട്ടക്റ്റീവ് റൈറ്റും സബ്സ്റ്റാൻറ്റീവ് റൈറ്റും രണ്ട് റൈറ്റ്സ് വരുന്നുണ്ട് പവർ ഓഫ് എന്താണ് ഇൻവെസ്റ്റർക്ക്. അപ്പോൾ അതിൽ പ്രൊട്ടക്റ്റീവ് റൈറ്റ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ റൈറ്റ്സ് ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പാർട്ടി ഹോൾഡിംഗ് ദോസ് റൈറ്റ്സ് വിത്തൗട്ട് ഗിവിംഗ് ദ പാർട്ടി പവർ ഓവർ എൻറ്റിറ്റി ടു വിച്ച് റൈറ്റ്സ് റിലേറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ എ ലെൻഡേഴ്സ് റൈറ്റ് ടു റെസ്ട്രിക്റ്റ് ബോറോവേഴ്സ് ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് പ്രൊട്ടക്റ്റീവ് റൈറ്റ് എന്താണ്, ഒരു ലെൻഡർ ഒരു പണം കടം കൊടുത്ത ആൾ ബോറോവറിൻ്റെ പുറത്ത് അയാളുടെ എന്താണ് റെസ്ട്രിക്റ്റീവ് ആക്ടിവിറ്റീസ്, അതായത് നമ്മളൊരു ഈട് ഒരു സാധനത്തിന് ഇപ്പോൾ ഒരു ആധാരം നമ്മൾ വാങ്ങി വെച്ചിട്ട് ഒരു ബാങ്ക് വാങ്ങി വെച്ചിട്ട് കാശ് കടമായിട്ട് ലോണായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ആധാരം പണയം വെച്ച വ്യക്തിക്ക് എന്ത് സാധിക്കില്ല, പുള്ളിക്ക് ആ ഒരു സ്ഥലം പിന്നെ ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ സാധിക്കില്ല. അതൊരു പവറാണ് ആർക്ക്, ലെൻഡർക്ക് ബോറോവർക്കുള്ള. അതേപോലത്തെ ഒരു പവറാണ് ഇവിടെ പ്രൊട്ടക്റ്റീവ് റൈറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് സബ്സ്റ്റാൻറ്റീവ് റൈറ്റിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ only substantive rights are considered when power is accessed. In order for a right to be substantive, the holder must have practical ability to exercise the right. For example, when an investor holds a majority of voting rights of the investee. അപ്പോൾ സബ്സ്റ്റാൻറ്റീവ് റൈറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു സബ്സിഡറി കമ്പനീൻ്റെ പുറത്ത് സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ് ഈ നമ്മുടെ പാരൻറ്റ് കമ്പനിക്ക് വരുമ്പോഴാണ്, അവർക്ക് 50% കൂടുതൽ വോട്ടിംഗ് റൈറ്റ് വരുമ്പോഴാണ് അവർക്ക് അവരുടെ നിയന്ത്രണം ഇതിൽ എന്താണ് ഏർപ്പെടുത്താൻ സാധിക്കുക. അപ്പോൾ ഇത് രണ്ടും വരുന്നത് ഇതിൻ്റെ പോയിൻറ്റ്സാണ് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളത്. പ്രാക്ടിക്കൽ എന്താണ്, നമുക്കൊരു പ്രോബ്ലം പേപ്പറാണിത്. അപ്പോൾ അതിൽ തിയറീൻ്റെ സ്കോപ്പ് 40% ആണ് മാക്സിമം പറയുന്നത്. അപ്പോൾ അതിൽ ചോദിക്കാവുന്ന പോയിൻറ്റ്സ് ഒക്കെയാണിത്. ഓക്കെ, അപ്പോൾ കൺട്രോളിൽ വരുന്ന ഈ റൈറ്റ്സിൻ്റെ മൂന്ന് റൈറ്റ്സിൽ വരുന്ന പവറിൽ വരുന്ന, അതായത് പവർ ഓവർ ഇൻവെസ്റ്റിയിൽ വരുന്ന 2 പോയിൻറ്റ്സ് ആണ് എന്ത്, അല്ലെങ്കിൽ റൈറ്റ്സ് ഓവർ ഇൻവെസ്റ്റിയിൽ വരുന്ന 2 പോയിൻറ്റ്സ് ആണ് ഈ പ്രൊട്ടക്റ്റീവ് റൈറ്റും അതേപോലെ സബ്സ്റ്റാൻറ്റീവ് റൈറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റൈറ്റ് ആണ് എക്സ്പോഷർ ഓർ റൈറ്റ് ടു വേരിയബിൾ റിട്ടേൺ. അപ്പോൾ ഇവിടെ പറയുന്നത് വേരിയബിൾ റിട്ടേൺ ആർക്ക് അവകാശമുണ്ട്, ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റിയിൽ പുറത്ത് അവകാശമുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിയുടെ ബിസിനസ് പെർഫോമൻസിനനുസരിച്ചിട്ട് വരുന്ന റിട്ടേൺ ആണെന്ത് വേരിയബിൾ റിട്ടേൺ. അപ്പോൾ എന്തായിരിക്കും വേരിയബിൾ റിട്ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് എടുക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ ആർക്ക് അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്, ഇൻവെസ്റ്റർക്ക് അതിൽ റൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം, എബിലിറ്റി ടു യൂസ് ഇറ്റ്സ് പവർ. ദ തേർഡ് കൺട്രോൾ ക്രൈറ്റീരിയ റിക്വയർസ് ആൻ ഇൻവെസ്റ്റർ ടു ഹാവ് ദ എബിലിറ്റി ടു യൂസ് പവർ to affect the investors variable return. The third control criteria requires an investors to have ability to use its power to affect investors variable return. Investees variable return, അതായത് ഇൻവെസ്റ്ററുടെ വേരിയബിൾ റിട്ടേൺ എങ്ങനെയൊക്കെ വരണം എന്നുള്ളത് തീരുമാനിക്കാൻ ആർക്ക് അവകാശമുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ബിസിനസ് പെർഫോമൻസ് എങ്ങനെയായിരിക്കണമെന്ന് എന്താണ് നിശ്ചയിക്കാനുള്ള അധികാരം ഇൻവെസ്റ്റർക്കുണ്ട്. ഇൻവെസ്റ്റിയുടെ ബിസിനസ് പെർഫോമൻസ് അവർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇൻവെസ്റ്റി പറയുന്നതായിരിക്കണം. ഓക്കെ, കാര്യം എന്താണ് പാരൻറ്റ് കമ്പനിയാണ്. അപ്പോൾ ഇതാണ് 3 പവേഴ്സ് ആയിട്ട് റൈറ്റ്സ് ആയിട്ട് വരുന്നത്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഏതാണെങ്കിൽ ഇപ്പോൾ ഈ തേർഡ് പോയിന്റ് ഏകദേശം ഇവിടെ വരെ നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് ഏകദേശം ഇവിടെ മുതൽ ഇവിടെ വരെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസോളിഡേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസോളിഡേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിനേഷന്. അപ്പോൾ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ദ സ്റ്റാൻഡേർഡ് റിക്വയർസ് ആൻ എൻറ്റിറ്റി which is parent company that controls one or more other entities, subsidiaries, to present a statement consolidating the items of the group of companies. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാരൻറ്റ് കമ്പനി എന്താണ് കൃത്യമായിട്ട് ഇതിന് സബ്സിഡറി കമ്പനീസിനെ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും ഈ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഡിഫൈൻസ് ദി പ്രിൻസിപ്പിൾ ഓഫ് കൺട്രോൾ ആൻഡ് എസ്റ്റാബ്ലിഷസ് കൺട്രോൾ ആസ് എ ബേസിസ് ഫോർ കൺസോളിഡേഷൻ. അപ്പോൾ നിയന്ത്രണം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസോളിഡേഷൻ വെക്കുന്നത്. ബാലൻസ് ഷീറ്റുകൾ തമ്മിൽ കൺസോളിഡേറ്റ് ചെയ്യുക, രണ്ടും കൂടി കൂട്ടിച്ചേർക്കുന്നത് കൂടുതൽ അധികാരം വരുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് സെറ്റ്സ് ഔട്ട് ദ അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ് കൂടെയാണ്. കാര്യം ഒരു പാരൻറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഓണർമാരെയാണല്ലോ സബ്സിഡറി കമ്പനിയുടെ. അപ്പോൾ അവർക്കും കൂടി അതിലെന്തുണ്ട്, അവകാശങ്ങളുണ്ട്. അപ്പോൾ ആ ബാലൻസ് ഷീറ്റ് കൺസോളിഡേറ്റഡ് ആക്കി കഴിഞ്ഞാലാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കുള്ളൂ.
ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഡിഫൈൻസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി ആൻഡ് സെറ്റ്സ് ഔട്ട് എക്സെപ്ഷൻസ് ടു കൺസോളിഡേറ്റിംഗ് സർട്ടൻ സബ്സിഡറീസ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു പാരൻറ്റ് കമ്പനി ഒരുപാട് സബ്സിഡറി കമ്പനീസ് ഉണ്ടെങ്കിൽ എല്ലാം കൂടി അവർക്ക് എന്താണ് ഒരുമിച്ചൊന്ന് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിനൊരു കോമൺ ആയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റ് വരും. ഓക്കെ, ഇതൊക്കെയാണ് 4 ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്കോപ്പാണ്. അപ്പോൾ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് നോക്കാം. ആൻ എൻറ്റിറ്റി വിച്ച് കൺട്രോൾസ് വൺ ഓർ മോർ other entities is called parent shall present consolidated financial statement as per Ind AS 110. അതായത് പാരൻറ്റ് കമ്പനി ഒരുപാട് കമ്പനികളെ അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ കമ്പനീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പാരൻറ്റ് കമ്പനി ആണെങ്കിൽ, സബ്സിഡറീസ് കമ്പനീസുള്ള ഒരു പാരൻറ്റ് കമ്പനി ആണെങ്കിൽ അവർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണമെന്നാണ് Ind AS 10 പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുള്ള എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? ഹൗവർ a parent is not required to prepare consolidated financial statement if it meets all of the following conditions. താഴെ പറയുന്ന എല്ലാ കണ്ടീഷൻസും ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ് ആ റിക്വയർമെൻറ്റ്സ് എന്ന് നോക്കാം. അതിൽ ആദ്യത്തെ റിക്വയർമെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഹോളി ഓൺഡ് സബ്സിഡറി ഓർ ഇറ്റ് ഈസ് പാർഷ്യലി ഓൺഡ് സബ്സിഡറി ഓഫ് അനദർ എൻറ്റിറ്റി ആൻഡ് ഓൾ ഓഫ് ഇറ്റ്സ് ഓണേഴ്സ് ഇൻക്ലൂഡിംഗ് ദോസ് നോട്ട് അതർവൈസ് എൻടൈറ്റിൽഡ് ടു വോട്ട് ഹാവ് ബീൻ ഇൻഫോംഡ് അബൌട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാരൻറ്റ് കമ്പനി എന്താണ് ഒരു സബ്സിഡറി കമ്പനീനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണമെന്നാണ് Ind AS 10 പറയുന്നത്. ഇനി ഇവരും മറ്റൊരു കമ്പനിയുടെ സബ്സിഡറി കമ്പനി ആണെങ്കിൽ അപ്പോൾ ഇവരല്ല ചെയ്യേണ്ടത്, ആരാ ചെയ്യേണ്ടത്? ഇവരാ ചെയ്യേണ്ടത്. അതെവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. ഇറ്റ്സ് ഡെബ്റ്റ്സ് ഓർ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ നോട്ട് ട്രേഡഡ് ഇൻ എ പബ്ലിക് മാർക്കറ്റ്, എ ഡൊമസ്റ്റിക് ഓർ ഫോറിൻ എക്സ്ചേഞ്ച് ഓർ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് ഇൻക്ലൂഡിങ് ലോക്കൽ ആൻഡ് റീജിയണൽ മാർക്കറ്റ്. അപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ പാരൻറ്റ് കമ്പനിയുടെ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് ട്രേഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് എന്താണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ആവരുത് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും അത് പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ആവുന്ന നേരത്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ആക്കാതിരിക്കാനുള്ള സാധ്യത ഉള്ളത്. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഡിഡ് നോട്ട് ഫയൽ നോർ ഇറ്റ് ഈസ് ഇൻ പ്രോസസ് ഓഫ് ഫയലിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് എ സെക്യൂരിറ്റീസ് കമ്മീഷൻ ഓർ അതർ റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് ഫോർ ദി പർപ്പസ് ഓഫ് അസ്യൂമിങ് എനി ക്ലാസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ എ പബ്ലിക് മാർക്കറ്റ്. ഇപ്പോൾ ഇതും പറയുന്നത് പബ്ലിക് മാർക്കറ്റിൽ എന്താണ് ഷെയറോ ഇക്വിറ്റിയോ അല്ലെങ്കിൽ ഡിബഞ്ചറോ ഇഷ്യൂ ചെയ്യാത്തൊരു കമ്പനി ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാൻ പാടില്ല, സെക്യൂരിറ്റീസ് കമ്മീഷനിൽ എന്താണ് ഒരു ഫയലിംഗ് റെഗുലേറ്ററി എന്താണ് ഓർഗനൈസേഷൻസിലൊന്നും എന്താണ് ഒരു ഫയലിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവില്ല. കാര്യം പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ആകുമ്പോൾ എന്താണ് അത് കുറച്ചും കൂടി എന്താണ് ഇത്തരത്തിലുള്ള എന്താണ് റെഗുലേഷൻസ് കുറയും അതിന്. ഓക്കെ, അതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റിൻ്റെ എക്സ്റ്റൻഷനാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ്സ് അൾട്ടിമേറ്റ് ഓർ എനി ഇൻ്റർമീഡിയറ്റ് പാരൻറ്റ് പ്രൊഡ്യൂസസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഈ ഒരു കമ്പനിയുടെ നിലവിലുള്ള കമ്പനിയുടെ ഇമ്മീഡിയറ്റ് പാരൻറ്റ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 4 പോയിന്റുകൾ, ഈ 4 പോയിന്റ്സും എന്താണ് ഫോളോ ചെയ്യുന്നൊരു കമ്പനി ആണെങ്കിൽ അവരെന്ത് തയ്യാറാക്കണ്ട, അവർ ഫോർത്ത് പോയിന്റ് ശ്രദ്ധിക്കുക. ഇറ്റ്സ് അൾട്ടിമേറ്റ് ഓർ എനി ഇൻ്റർമീഡിയറ്റ് പാരൻറ്റ് പ്രൊഡ്യൂസസ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ പബ്ലിക് യൂസ് ആൻഡ് കംപ്ലൈ വിത്ത് Ind AS. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പാരൻറ്റ് കമ്പനി, അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ എന്താണ് സബ്സിഡറി ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അവരോടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവർ Ind AS 10 പ്രകാരം കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണ്ട, പക്ഷേ ഇതിൻ്റെ പാരൻറ്റ് കമ്പനി തീർച്ചയായിട്ടും എന്ത് തയ്യാറാക്കണം, ഒരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നൊരു കമ്പനി ആണെങ്കിൽ അവരെന്ത് തയ്യാറാക്കണ്ട, അവരൊരു കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ട. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ് ശ്രദ്ധിക്കുക. ഇൻ അഡീഷൻ ടു Ind AS 10 ഡസ് നോട്ട് അപ്ലൈ ടു പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻസ് ഓർ അതർ ലോങ് ടേം ബെനിഫിറ്റ് പ്ലാൻസ് ടു വിച്ച് Ind AS 19
എംപ്ലോയി ബെനിഫിറ്റ് അപ്ലൈസ്. ഓക്കെ, അപ്പോൾ ഇൻഡേഴ്സ് 10 ചില കേസസിലൊന്നും വരില്ല. അതായത് ചില ഐറ്റംസ് ഒന്നും ഇൻഡേഴ്സ് 10 പ്രകാരം ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ എഴുതി ചേർക്കേണ്ട കാര്യം വരുന്നില്ല. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് എംപ്ലോയി പോസ്റ്റ് എന്താണ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ്, അതായത് പെൻഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസിന് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇൻഡേഴ്സ് 19. അപ്പോൾ അത് പ്രകാരം വരുന്ന ഐറ്റംസ് ഒന്നും ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതണ്ട എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റീസ്. ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റി ഈസ് ആൻ എൻറ്റിറ്റി ഹൂസ് ബിസിനസ് പേർപ്പസ് ഈസ് ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സോൺലി ഫോർ ക്യാപിറ്റൽ അപ്രിസിയേഷൻ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എൻറ്റിറ്റീസ് ഉണ്ടാവും, മറ്റ് സ്ഥാപനങ്ങളിൽ വെറുതെ എക്വിറ്റി വാങ്ങി വെക്കുന്ന എൻറ്റിറ്റീസ്. അവർ ബിസിനസ് വേറൊരു ബിസിനസ് അവർ ചെയ്യുന്നില്ല. അവർ വെറുതെ എന്ത് ചെയ്യുള്ളൂ, മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ. അപ്പോൾ അവർ കാര്യമായിട്ടൊരു ബിസിനസ്സും ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം എൻറ്റിറ്റീസ് എന്ത് തയ്യാറാക്കേണ്ടതെന്നാണ് പറയുന്നത്, കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ്സ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കിനി കുറച്ചും കൂടി, ഇതൊന്നും തിയറി ആയിട്ട് ചോദിക്കാവുന്ന പോർഷൻസ് അല്ല. അപ്പോൾ നമുക്കിവിടെ റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ച് പോകാം. കണക്കുകളിലേക്കാണ് കടക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പാരന്റ് കമ്പനി ഷാൽ പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസിങ് യൂണിഫോം അക്കൗണ്ടിങ് പോളിസീസ്. അപ്പോൾ യൂണിഫോം അക്കൗണ്ടിങ് പോളിസീസ് വെച്ചിട്ടായിരിക്കണം, അതായത് സബ്സിഡറി കമ്പനിയും പാരന്റ് കമ്പനിയും ഒരേ തരം അക്കൗണ്ടിങ് പോളിസീസ് ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇത് രണ്ടിൻ്റെയും കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ വരേണ്ടത്. ഓക്കെ, ഫോർ ലൈക്ക് ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ ഇവൻറ്റ്സ് ഇൻ സിമിലർ സർക്കംസ്റ്റാൻസസ് കൺസോളിഡേഷൻ ഓഫ് എൻ ഇൻവെസ്റ്റി ഷാൽ ബിഗിൻ ഫ്രം ദ ഡേറ്റ് ദ ഇൻവെസ്റ്റർ ഒബ്റ്റെയിൻസ് കൺട്രോൾ. അതായത് കൺസോളിഡേഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്ന് മുതലാണോ ഇൻവെസ്റ്റർ ഈ ഒരു സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നത് അന്ന് മുതൽ തന്നെ കൺസോളിഡേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൺസോളിഡേഷൻ സ്റ്റാർട്ട് ചെയ്യും ഓഫ് ദി ഇൻവെസ്റ്റി ആൻഡ് സീസ് വെൻ ദി ഇൻവെസ്റ്റർ ലീവ്സ് കൺട്രോൾ ഓഫ് ദി ഇൻവെസ്റ്റി. അതായത് എന്നാണ് ഇത് അവസാനിക്കുക, ഇൻവെസ്റ്റർ എന്നാണോ ഇത് ലീവ് ചെയ്യുന്നത് അന്നാണ് ഇതിൻ്റെ കൺസോളിഡേഷൻ അവസാനിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൺസോളിഡേഷൻ്റെ പ്രൊസീജിയറാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൺസോളിഡേഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. കൺസോളിഡേഷൻ പ്രൊസീജിയർ ലൈക്ക് ഐറ്റംസ്, ലൈൻ ഐറ്റംസ് ആണ്. ലൈൻ ഐറ്റംസ് LINE ആണ്. ലൈൻ ഐറ്റംസ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസസ് ആൻഡ് ക്യാഷ് ഫ്ലോസ് ഓഫ് ദി പാരൻറ്റ് ആൻഡ് സബ്സിഡറീസ് ആർ കമ്പൈൻഡ്. അതായത് പാരൻറ്റ് കമ്പനിയുടെ അസറ്റും സബ്സിഡറി കമ്പനിയുടെ അസറ്റും കൂടി ആഡ് ചെയ്യുക. അതേപോലെ പാരൻറ്റ് കമ്പനിയുടെ ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് കൺസോളിഡേഷൻ പ്രൊസീജിയറാണ്. അപ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ലൈക്ക് ഐറ്റംസ് ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസസ് ആൻഡ് ക്യാഷ് ഫ്ലോസ് ഓഫ് പാരൻറ്റ് ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ് ആർ കമ്പൈൻഡ്. അതായത് ഈ ഐറ്റംസ് അസറ്റ് പാരൻറ്റ് കമ്പനിയുടെയും സബ്സിഡറി കമ്പനീൻ്റെയും ആഡ് ചെയ്തിട്ട് വേണം കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാനായിട്ട്. ലയബിലിറ്റി അതേപോലെ ആഡ് ചെയ്യുക, ഇക്വിറ്റി അതായത് ഷെയർ അതേപോലെ ആഡ് ചെയ്യുക, പിന്നെന്താണ് ഇൻകംസ് ആഡ് ചെയ്യുക, എക്സ്പെൻസസ് ആഡ് ചെയ്യുക, ക്യാഷ് ഫ്ലോസും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 6 ഐറ്റംസ് എന്തായാലും കമ്പൈൻ ചെയ്യണം കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ദി ക്യാരിങ് എമൗണ്ട് ഓഫ് പാരൻറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഈച്ച് സബ്സിഡറി ആൻഡ് ദി പാരൻറ്റ്സ് പോർഷൻ ഓഫ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് ഇൻ ദ ഇക്വിറ്റി ഓഫ് ഈച്ച് സബ്സിഡറി ആർ എലിമിനേറ്റഡ്. അതായത് ഈ പാരൻറ്റിൻ്റെ ക്യാരിങ് എമൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ക്യാരിങ് എമൗണ്ട് എന്തായിരിക്കണം, അത് എലിമിനേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കണം, നേരത്തെ ക്ലിയർ ആവും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ദി അക്വയർ ഷെയർ റെക്കഗ്നൈസ് ഗുഡ് വിൽ ആസ് ദി അക്വിസിഷൻ ഡേറ്റ് മെഷേർഡ് ഓൺ ദി എക്സസ് ഓഫ് ഓവർ ബിലോ. അതായത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ മൂല്യം, ഒരു പാരൻറ്റ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മൂല്യം ഇയാൾ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അവിടെ എന്താ വരിക എന്ന് വെച്ചാൽ ഗുഡ് വില്ലാണ് വരിക. ഓക്കെ, അപ്പോൾ അതൊക്കെ മെഷർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഓഫ് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻഡേഴ്സ് 3 വിച്ച് ജനറലി റിക്വയർസ് അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ. അതായത് സ്ഥാപനത്തിൻ്റെ നിലവിലുള്ള, അതായത് ഏത് സ്ഥാപനത്തിലേക്കാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അവരുടെ അസറ്റ്സിൻ്റെ ഫെയർ വാല്യൂ ആദ്യം കമ്പ്യൂട്ട് ചെയ്യണം. എന്ത് പ്രകാരം, ഇൻഡേഴ്സ് 103 പ്രകാരം. ഓക്കെ, അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇതിപ്പോൾ ഗുഡ് വില്ലാണോ എന്ന് മനസ്സിലാവുക. ഓക്കെ, അതായത് എന്താണ് വാങ്ങിയിരിക്കുന്ന സ്ഥാപനം നമുക്ക് ലാഭകരമാണോ എന്ന് മനസ്സിലാക്കാനാണ് ഈ ഗുഡ് വില്ല് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ദി എമൗണ്ട് ഓഫ് എനി നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഇൻ ദ എക്വയറി മെഷേർഡ്
ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻഡേഴ്സ് 103. അപ്പോൾ ഇൻഡേഴ്സ് 103 ശരിക്കും ബിസിനസ് കോമ്പിനേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിൽ ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒക്കെ എന്താണ് കമ്പ്യൂട്ട് ചെയ്യാൻ വരും. ഇത് എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു കമ്പനി, അതായത് ഒരു പാരൻറ്റ് കമ്പനി വന്നതിൽ നിന്ന് എന്താണ് 50%, ഇതിൻ്റെ 50% അല്ലെങ്കിൽ 60% കൂട്ടാം. 60%-ഓളം ഷെയർ ഈ കമ്പനി വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയും വരുന്നുണ്ട് കുറച്ച് ഷെയറുകൾ, ഒരു 40% ഷെയർ ബാക്കിയും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണെന്ത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിനെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നും പറയും. ഓക്കെ, അപ്പോൾ അവർക്കും എന്താണ് ആ കമ്പനിയിൽ, ആ സബ്സിഡറി കമ്പനിയിൽ അവർക്കും അവകാശങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ഇൻ എ ബിസിനസ് കോമ്പിനേഷൻ അച്ചീവ്ഡ് ഇൻ സ്റ്റേജസ്, അതായത് സ്റ്റേജുകളിലായിട്ടാണിത് ബിസിനസ് കോമ്പിനേഷൻ നടന്നത് എങ്കിൽ, അതായത് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു പാരൻറ്റ് സബ്സിഡറി ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ ദി അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂ ഓഫ് ദി അക്വയറേഴ്സ് പ്രീവിയസ്ലി ഹെൽഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ്, അതായത് ഈ ഇതിൻ്റെ ഡേറ്റിൽ എന്ത് വരും, എന്നാണോ ഇത് അക്വയർ ശരിക്കും നടക്കുന്നത് അന്ന് മുതലാണ് ഇതിൻ്റെ ഫെയർ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. കാര്യം ഇതിൻ്റെ അസറ്റ്സിൻ്റെ ടോട്ടൽ വെർത്ത് അറിയണം, എന്നാലേ ഇതിൽ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൽ തിയറി പോർഷൻസ് ആണ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. നാലാമത്തെ പോയിന്റ് പറയുന്നത് ഇൻട്രാ ഗ്രൂപ്പ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഇക്വിറ്റി, ഇൻകം, എക്സ്പെൻസസ് ആൻഡ് ക്യാഷ് ഫ്ലോസ് റിലേറ്റിംഗ് ടു ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ എൻറ്റിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് ആർ എലിമിനേറ്റഡ്. അതായത് ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, ആര് തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്? ഈ പാരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ഇൻട്രാ ഗ്രൂപ്പ് ലോസസ് മേ ഇൻഡിക്കേറ്റ് ആൻ ഇമ്പയർമെൻറ്റ് ദാറ്റ് റിക്വയർസ് റെക്കഗ്നിഷൻ ഇൻ ദി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. India's 12 income taxes applies to temporary differences that arise from elimination of profits and losses resulting in intra-group transactions. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ, അതായത് ഒരു പാരൻറ്റ് കമ്പനി ഉണ്ട്, ഒരു സബ്സിഡറി കമ്പനി ഉണ്ട്. അപ്പോൾ സബ്സിഡറി കമ്പനി 10 രൂപക്ക് വാങ്ങിയൊരു സാധനം പാരൻറ്റ് കമ്പനിക്ക് 8 രൂപക്ക് വിറ്റാൽ ഇവരിതിന് ലോസ് കാണിക്കാൻ പാടില്ല എന്നാണ് ഇൻകം ടാക്സിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇൻകം ടാക്സിന് വേണ്ടിയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻഡേഴ്സ് 12 പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ടെക്നിക്കൽ സാധനങ്ങളാണ്, ഒന്ന് നോക്കി വെച്ച് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നോക്കാനുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ നോട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്താണ് യൂണിഫോം അക്കൗണ്ടിങ് പോളിസീസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതൊന്നാണ് ഇതിൻ്റെ ഒരു സാധ്യതയിൽ വരുന്നത്. ഇതൊക്കെ സ്കോപ്പാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് സ്കോപ്പാണ് ഇൻഡേഴ്സ് 110-ൻ്റെ. ഓക്കെ, അപ്പോൾ യൂണിഫോം അക്കൗണ്ടിങ് പോളിസീസ് ആയിരിക്കണം. എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പാരൻറ്റും സബ്സിഡറിയും ദേ ഷുഡ് ഫോളോ എ യൂണിഫോം അക്കൗണ്ടിങ് പോളിസി. ഓക്കെ, ഇനി ഇത് റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്നാ വരിക നോക്കാം, ശ്രദ്ധിക്കുക. ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ പാരൻറ്റ് ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ് യൂസ്ഡ് ദി കൺസോളിഡേഷൻ പർപ്പസ് ഷുഡ് ഹാവ് ദ സെയിം റിപ്പോർട്ടിംഗ് ഡേറ്റ്. അതായത് മാർച്ച് 31 പാരൻറ്റ് കമ്പനി എന്താണ് ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ മാർച്ച് 31 തന്നെ ആര് സബ്മിറ്റ് ചെയ്യണം? സബ്സിഡറി കമ്പനി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഡേറ്റിൽ വ്യതിയാനം വരാൻ പാടില്ല, എല്ലാവരും സെയിം ഡേറ്റ്, അതായത് ഒരു എൻറ്റിറ്റി പോലെ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റ് എന്നുള്ള 2 ടേംസ് വരുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് നമുക്ക് നോക്കാം. ദ പ്രോഫിറ്റ്സ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിംഗ് ഓഫ് ദി സബ്സിഡറി കമ്പനി ബിഫോർ ദി ആക്വിസിഷൻ ഓഫ് ഇറ്റ്സ് ഷെയർ ബൈ ദ പാരൻറ്റ് കമ്പനി ഈസ് കോൾഡ് പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ്. അതായത് കഴിഞ്ഞ അക്കൗണ്ടിങ് പീരീഡ്, ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇപ്പം ഏപ്രിൽ 1 മുതൽ എന്താണ് മാർച്ച് 31 വരെയാണ് അക്കൗണ്ടിങ് പീരീഡ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പീരീഡിൽ വെച്ചിട്ടാണ് ഈ സബ്സിഡറി കമ്പനിയെ പാരൻറ്റ് കമ്പനി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ സബ്സിഡറി കമ്പനി ആ ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള പീരീഡിലുള്ള പ്രോഫിറ്റാണ് പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ്. അതിന് ശേഷം വരുന്ന പ്രോഫിറ്റാണ് എന്ത്? പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ പാരൻറ്റ് കമ്പനിയെ സംബന്ധിച്ച് അത് അവരുടെ ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റ് അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി ആ പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റിൽ വരുന്നത് കൊണ്ട് അതെന്താണ് അവരുടെ റവന്യൂ പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, എച്ച് ലിമിറ്റഡ് അക്വയർഡ് 80% ഓഫ് ദി ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ഓൺ 31st July 2019 for ₹5 lakh. The balance sheet of S Limited shows that the surplus of S Limited as on 31st March 2020 is ₹1,20,000. Hence, pre-acquisition profit of S Limited is profit earned up to date of acquisition. അതായത് 1,20,000 രൂപയാണ് കഴിഞ്ഞ വർഷം
എസ് ലിമിറ്റഡിന് വന്ന പ്രോഫിറ്റ്. അപ്പോൾ എച്ച് ലിമിറ്റഡിന് വരുന്ന പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,20,000 എന്താണ് 3 മാസത്തേക്കുള്ള പ്രോഫിറ്റ്. അതായത് അതിന് മുൻപ്, അതായത് ഇവർ അക്വിസിഷൻ ചെയ്യുന്നതിന് മുൻപ് വന്ന പ്രോഫിറ്റ് എത്രയാണ്? 3 മാസത്തേക്കുള്ള പ്രോഫിറ്റാണ്. അപ്പോൾ 3/12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 30,000 രൂപയാണ് എന്ത് വരിക? കഴിഞ്ഞ വർഷത്തെ പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ അടുത്ത് നോക്കാനുള്ളത് പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഇവിടെ എന്താണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് അക്കൗണ്ടിങ് പീരീഡ് ഉള്ളത്. അതിൽ ജൂലൈ 1-നാണ് 3 മാസം കഴിഞ്ഞിട്ടാണ് എസ് ലിമിറ്റഡിന് എച്ച് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം വന്നത് എന്താണ്? പോസ്റ്റ് ആക്വിസിഷനും. ഇതിന് മുൻപ് വന്നത് പ്രീ ആക്വിസിഷനും. അപ്പോൾ പ്രീ ആക്വിസിഷൻ എത്രയാണ്? 30,000 വന്നു. ഇവിടെ എന്താണ് 90,000 വരും. കാര്യം ഇവിടെ ബാക്കി വന്ന 9 മാസത്തേക്കുള്ള പ്രോഫിറ്റ് എന്താണ്? അത് പാരൻറ്റ് കമ്പനിയായ എച്ച് ലിമിറ്റഡിന് കൂടി എന്താണ് ഇൻവോൾവ്മെൻറ്റോട് കൂടി വന്ന പ്രോഫിറ്റാണ്. അതുകൊണ്ട് അത് എന്താണ് പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റാണ്. അപ്പോൾ ഇതിനെ റവന്യൂ പ്രോഫിറ്റായിട്ടും ഇതിനെ ക്യാപിറ്റൽ പ്രോഫിറ്റായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാനായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഓക്കെ, എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് നോക്കാം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈസ് ദി ഇക്വിറ്റി ഇൻ എക്വയറി ഓർ സബ്സിഡറി കമ്പനി നോട്ട് ആട്രിബ്യൂട്ടബിൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു എ പാരൻറ്റ് കമ്പനി. അതായത് നമ്മൾ നേരത്തെ കണ്ടതാണ് എച്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 80% ഷെയർ വാങ്ങി എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഒരു കമ്പനിയുടെ 80% 80% വരുന്ന ഷെയർ ആരാ വാങ്ങുന്നത്? എച്ച് ലിമിറ്റഡാണ് വാങ്ങുന്നത്. അങ്ങനെയാണ് അത് എന്താണ് അതിൻ്റെ പാരൻറ്റ് കമ്പനിയായി തീരുന്നത്. ഓക്കെ, എസ് ലിമിറ്റഡിൻ്റെ ഈ ബാക്കി വന്ന 20% എന്താണ്? അതിനെയാണ് എന്ത് പറയുക? മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, കാര്യം അതെന്താണ്? അത് അക്വയർ ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സാണ്. അപ്പോൾ അവർക്കും ഒന്നുണ്ട്, ഒരുപാട് റൈറ്റ്സ് ഉണ്ട്. കാര്യം ഈ എച്ച് ലിമിറ്റഡ് ഇത് പൂർണ്ണമായിട്ടും അവർ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്താണ് കൃത്യമായിട്ടത് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റും അവർക്ക് അവകാശപ്പെട്ട എല്ലാ തുകകളും കൃത്യമായി ലഭിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനീസ് ആക്റ്റിൽ ഇത്തരത്തിൽ ഉള്ളൊരു ഈ മൈനോറിറ്റി ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. കമ്പ്യൂട്ടേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് മൈനോറിറ്റി ഇൻട്രസ്റ്റ്. എങ്ങനെയാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. As per para 19 of Ind AS 103, for each acquisition of a subsidiary, the investor shall measure at the acquisition date components of non-controlling interest in the subsidiary that are present ownership interest and entitle their holders to a proportionate share of the entity's net assets in the event of liquidation at either fair value or present ownership instruments proportionate share in the recognized amounts of the subsidiary's identifiable net asset. അപ്പോൾ ഒരു പാരൻറ്റ് കമ്പനി ഒരു സബ്സിഡറി കമ്പനി ഏറ്റെടുക്കുന്നതിന് മുൻപായിട്ട് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒന്ന് നെറ്റ് അസെറ്റ് കൃത്യമായിട്ട് അത് മൈനോറിറ്റി ഇൻട്രസ്റ്റിന് കൊടുക്കുക. മറ്റൊന്ന് നമ്മൾ നേരത്തെ കണ്ട പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റും അതേപോലെ പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റും കൃത്യമായിട്ട് കമ്പ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഒന്നുകിൽ ഫെയർ വാല്യൂവിൽ അല്ലെങ്കിൽ എന്താണ് പ്രസൻറ്റ് ഓണർഷിപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് പ്രൊപ്പോർഷനേറ്റ് ഷെയറിൽ, അതായത് ഒന്നുകിൽ ഇതിൻ്റെ ഫെയർ വാല്യൂ കണക്കാക്കിയിട്ടായിരിക്കണം നമുക്ക് എന്താണ് ഇത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നെറ്റ് അസറ്റിൻ്റെ അവകാശം എത്രമാത്രം ഈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട് എന്ന് കണക്കാക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഷെയറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്കിവിടെ നോക്കാനുള്ളത് ഫെയർ വാല്യൂ മെത്തേഡാണ്. വെൻ ഗുഡ്വിൽ ഈസ് മെഷേർഡ് ബൈ ടേക്കിംഗ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അറ്റ് ഫെയർ വാല്യൂ ഇറ്റ് ഈസ് ഓഫൺ റെഫേർഡ് ടു ആസ് ഫുൾ ഗുഡ്വിൽ. അതായത് ഫെയർ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുഡ്വിൽ കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പേരെന്താണ്? ഫുൾ ഗുഡ്വിൽ എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ശ്രദ്ധിക്കാം. എക്സാമ്പിൾ 1. ഈ ടൈപ്പ് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന് ചെറിയ മാർക്കിനെ ചോദിക്കുള്ളൂ. പക്ഷേ 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിൻ്റെയോ ഇടയിൽ ചോദിക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ഒരു പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക. എ ലിമിറ്റഡ് കമ്പനി അക്വയർസ് 80% ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ് അറ്റ് എ വാല്യുവേഷൻ ഓഫ് 13 lakh. Okay, excluding control premium by payment in cash 12 lakh. Compute the non controlling interest. ഇവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 80% ഷെയർ ആണ് എ ലിമിറ്റഡ് വൈ ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. അങ്ങനെയാണ് അതിനെ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ എ ലിമിറ്റഡ് ആണ് ഇവിടെ. ആരാണ് പാരൻറ്റ് കമ്പനി? പാരൻറ്റ് കമ്പനി വരുന്നത് എ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇതിൻ്റെ സബ്സിഡറി കമ്പനി ആരാണ്? വൈ ലിമിറ്റഡ് ആണ്.
ഓക്കെ, ഇതാണ് സബ്സിഡറി കമ്പനി. ഈ എത്ര ശതമാനം ഷെയറാണ് വാങ്ങുന്നത്? 80% ഷെയറാണ് വാങ്ങുന്നത്. അറ്റ് എ വാല്യുവേഷൻ ഓഫ് 13 ലാക്ക് ആണ്. ഇതിൻ്റെ വാല്യൂ എന്താണ്? 13 ലാക്കാണ് വരുന്നത്. മൊത്തം വാല്യൂ എത്രയാണ്? 13 ലാക്കാണ്. ഓക്കെ, ഇവരെത്രയാണ് ഈ 80,000-ന് 80% എത്രയാണ് ഇത് കൊടുത്തിരിക്കുന്നത്? 12 ലാക്കാണ് ഇവർ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് 80%-ന്. ഓക്കെ, ഇതിൻ്റെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നോക്കേണ്ട നേരത്തെ ആദ്യം ഇവിടെ എത്ര ശതമാനമാണ് ക്യാഷ് കൊടുത്തിരിക്കുന്നത് നോക്കുക. 80% ക്യാഷ് എത്രയാണ്? 12 ലക്ഷമാണ്. അപ്പോൾ ഇതിൻ്റെ 100% കാണാം. അതായത് 12% ഷെയർ 80% ഷെയറിന് കൊടുത്തിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 12 ലക്ഷമാണ്. അപ്പോൾ 100% ഷെയറിൻ്റെ വാല്യൂ എങ്ങനെ വരും? അതായത് 12 ലക്ഷം ഇൻറ്റു 100/80 ചെയ്താൽ മതി. കാര്യം ഒരു സാധനത്തിൻ്റെ 80% 12 ലക്ഷം. അപ്പോൾ അതിൻ്റെ 100% എത്ര ഉണ്ടാവും? ബാക്കി 20% കൂടി കൂട്ടുമ്പോൾ 15 ലക്ഷമാണ് വരിക. ഓക്കെ, അപ്പോൾ അതായത് അതിനാദ്യം 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12 ലക്ഷത്തിന് 80 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 15 ലക്ഷം വരും. ഓക്കെ, ഈ 15 ലക്ഷത്തിൻ്റെ 20% എന്ത്? മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് എമൗണ്ട് ഓഫ് ക്യാഷ് കൊടുത്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഇവർ വാങ്ങിയിരിക്കുന്നത് നോക്കുക. അപ്പോൾ ആ ക്യാഷ് ഇത്ര പെർസെൻറ്റേജ് ആ ഷെയറിൻ്റെ വാല്യൂ. അപ്പോൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ എമൗണ്ട് ഇവിടെ പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ എമൗണ്ട് എന്താണ്? 80% ആ തുകയുടെ. അപ്പോൾ അതിൻ്റെ 100% എത്രയാണ്? 15 ലക്ഷമാണ്. ആ 15 ലക്ഷത്തിൻ്റെ ഈ 80 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണ്? 20%. ഓക്കെ, ആ 20%, 15 ലക്ഷത്തിൻ്റെ 20% എത്രയാണ്? 3 ലക്ഷമാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ 2 എന്താ പറയുന്നത് നോക്കാം. എ കമ്പനി അക്വയർസ് 60% ഓഫ് സബ്സിഡറി അറ്റ് ₹15 lakh. ഫെയർ വാല്യൂ ഓഫ് ദി സബ്സിഡറി ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് 25,000. കമ്പ്യൂട്ട് ദി വാല്യൂ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഇവിടെ വളരെ സിമ്പിളാണ്. കാര്യം ഇവിടെ ഓൾറെഡി തന്നെ ഫെയർ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫെയർ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക ചെയ്തത്. അതായത് 80% ആ ക്യാഷ് നോക്കിയിട്ട് ഫെയർ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക ചെയ്തത്. ഇവിടെ എന്താ പറയുന്നത്? 60% ഷെയർ വാങ്ങിയിരിക്കുന്നത്. 60% ഷെയർ വാങ്ങാനായിട്ട് 15 ലക്ഷമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫെയർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഫെയർ വാല്യൂ എത്രയാണ് വന്നിരിക്കുന്നത്? 25 ലക്ഷമാണ് ഫെയർ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്താൽ മതി? ഈ ഫെയർ വാല്യൂയുടെ 40% എന്ത് വരിക? നമ്മുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരിക. ഓക്കെ, നേരത്തെ കണക്കിൽ ഫെയർ വാല്യൂ കൊടുത്തിട്ടില്ല. തൊട്ട് മുൻപ് തന്ന കണക്കിൽ ഫെയർ വാല്യൂ കൊടുത്തിട്ടില്ല. ഇപ്പോൾ തന്ന കണക്കിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഫെയർ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെയർ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്രയാണ് നമ്മുടെ മൈനോറിറ്റീൻ്റെ പെർസെൻറ്റേജ് കണ്ടിട്ട് അതാണ് എന്ത് വരിക? മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ഇത് നമ്മൾ ഫെയർ വാല്യൂ മെത്തേഡിലാണ് കണ്ടത്. അടുത്ത സൈഡ് ഹെഡിങ് എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ഷെയർ മെത്തേഡാണ്. വെൻ ഗുഡ്വിൽ ഈസ് മെഷേർഡ് ബൈ ടേക്കിംഗ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അറ്റ് പ്രൊപ്പോർഷനേറ്റ് ഷെയർ ഓഫ് നെറ്റ് അസെറ്റ്സ്, ഗുഡ്വിൽ ഈസ് ടേംഡ് ആസ് പാർഷ്യൽ ഗുഡ്വിൽ. ഓക്കെ, അതായത് നേരത്തെ ഫുൾ ഗുഡ്വിലാണ് നമ്മൾ കണ്ടത്. എന്ത്? നമ്മുടെ ഫെയർ വാല്യൂ മെത്തേഡിൽ. ഇവിടെ എന്താ പറയുന്നത്? വെൻ ഗുഡ്വിൽ ഈസ് മെഷേർഡ് ടേക്കിംഗ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അറ്റ് പ്രൊപ്പോർഷനേറ്റ് ഷെയർസ് ഓഫ് നെറ്റ് അസെറ്റ്. അതായത് പ്രൊപ്പോർഷനേറ്റ് ഷെയറിൻ്റെ അടിസ്ഥാനത്തിലാണ് നെറ്റ് അസെറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഗുഡ്വിൽ എന്താണ്? പാർഷ്യൽ ഗുഡ്വില്ലായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറി ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതി വെക്കുക. കമ്പ്യൂട്ടേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ എക്സാമ്പിൾ 3 ശ്രദ്ധിക്കുക. എക്സ് ലിമിറ്റഡ് അക്വയർഡ് 80% ഓഫ് ഷെയർസ് ഓഫ് വൈ ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് ആണ് ഇവിടെ ഹോൾഡിംഗ് കമ്പനി. ഇതാണ് സബ്സിഡറി കമ്പനി, അല്ലെങ്കിൽ പാരന്റ് കമ്പനി എക്സ് ആണ്. എക്സ് ലിമിറ്റഡ് ആണ്. സബ്സിഡറി കമ്പനി വൈ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇവർ വാങ്ങിയിരിക്കുന്നത് എക്സ് ലിമിറ്റഡ് എത്ര വാങ്ങി? 80% ഷെയർ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് റെക്കഗ്നൈസ്ഡ് എമൗണ്ട് ഓഫ് വൈ ലിമിറ്റഡ്സ് ഐഡൻറ്റിഫയബിൾ നെറ്റ് അസെറ്റ് ഈസ് 20 കോടി. അതായത് ഇവരുടെ ഐഡൻറ്റിഫയബിൾ നെറ്റ് അസെറ്റ് എത്രയാണ്? 20 crore ആണ്. വാട്ട് ഈസ് ദി നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്? ഓക്കെ, അപ്പോൾ 20 crore ആണ് ഐഡൻറ്റിഫയബിൾ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കാണേണ്ടത്? പ്രൊപ്പോർഷനേറ്റ് ഷെയർ മെത്തേഡിൽ നമ്മുടെ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാണുന്നത്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ 20 കോടിയാണ്. 80% ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിൽ, അല്ലെങ്കിൽ പാരൻറ്റ് കമ്പനിയുടെ കയ്യിലുള്ളത്. ബാക്കി 20% നമ്മുടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ 20 കോടിയുടെ 20% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 കോടി കിട്ടും. അതാണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഇവിടെ. ഓക്കെ, 20 കോടിയുടെ 20% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 കോടി കിട്ടും. അപ്പോൾ നമ്മുടെ നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാലാമത്തെ എക്സാമ്പിൾ നോക്കുക. നാലാമത്തെ എക്സാമ്പിൾ, രാം ലിമിറ്റഡ് അക്വയർസ് ദേവ് ലിമിറ്റഡ് ബൈ പർച്ചേസിങ് 60% ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഫോർ 23 lakh. അതായത് രാം ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത്? പാരന്റ് കമ്പനി. ഇതാണ് സബ്സിഡറി കമ്പനി.
ഇതിൻ്റെ 60% ഷെയർ ആര് വാങ്ങി? ഈ ദേവിൻ്റെ രാമ് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇക്വിറ്റി എത്രയാണ്? 23 ലക്ഷമാണ് കൊടുത്തിരിക്കുന്നത് ക്യാഷ് ആയിട്ട്. എന്താണ്? ദി നെറ്റ് അഗ്രഗേറ്റ് വാല്യൂ ഓഫ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് മെഷേർഡ് അക്കോർഡൻസ് വിത്ത് ഇൻഡ് AS 103 ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് 5 lakh. ഓക്കെ, അപ്പോൾ ഇവിടെ അസറ്റും ലയബിലിറ്റിയും കൂടി കമ്പ്യൂട്ട് ചെയ്തിട്ട് നെറ്റ് അസറ്റായിട്ട് വന്നിരിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 5 ലക്ഷമാണ് നമ്മുടെ ദേവ് ലിമിറ്റഡിൻ്റെ എന്ത് വന്നിരിക്കുന്നത്? അസറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് എന്ത് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്? കമ്പ്യൂട്ട് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇവിടെ ഐഡൻറ്റിഫയബിൾ അസറ്റ് തന്നതുകൊണ്ട് ഇതിൻ്റെ 40% എടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷമാണ് എന്ത് വരിക? നമ്മുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ കണക്കുകൾ 4-1 നന്നായിട്ട് എഴുതി വെച്ചിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്നിലെന്താണ്? ഐഡൻറ്റിഫയബിൾ അസറ്റാണ്. പർച്ചേസിങ് മെത്തേഡ് എന്ന് പറയും, പ്രൊപ്പോർഷനേറ്റ് ഷെയർ മെത്തേഡിൽ ഐഡൻറ്റിഫയബിൾ അസറ്റ് അത് നെറ്റ് അസറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിന്. നേരത്തെ കേസിൽ എന്താണ്? ആ ഷെയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ നെറ്റ് വർത്താണ്, ഫെയർ വാല്യൂ ആണ് എന്ത് നമ്മൾ നോക്കിയിട്ടാണ് എന്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത്? നമ്മുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ഓർ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. അതായത് കോസ്റ്റ് ഓഫ് കൺട്രോൾ, അതിൻ്റെ മറ്റൊരു പേരാണെന്ത്? ഗുഡ് വിൽ എന്ന്, ഓർ ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ശ്രദ്ധിക്കുക. ആസ് പെർ ഇൻഡ് AS 103 ദി അക്വയറർ ഷാൽ റെക്കഗ്നൈസ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. ബാർഗെയിൻ purchase price as of acquisition date. Goodwill is equal to aggregate of consideration transferred and amount of any non-controlling interest in the subsidiary minus the net of the acquisition date amounts of identifiable assets acquired and liabilities assumed. അതായത് നമ്മൾ കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് ഒരു കമ്പനിക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കും അല്ലെ, ഒരു എമൗണ്ട് നമ്മൾ എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കും. ഒരു പൈസ കൊടുത്തിട്ടാണ് കമ്പനിയെ വാങ്ങുക, ആ ഷെയർ വാങ്ങുക. അതേപോലെ അതിൽ വന്ന മൈനോറിറ്റി ഇൻട്രസ്റ്റ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് എന്താണ് ഇതിനെ നെറ്റ് അസറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണെന്ത്? ഗുഡ് വിൽ. അപ്പോൾ അതായത് ഈ നെറ്റ് അസറ്റ് ഈ കൺസിഡറേഷനെക്കാട്ടിയും കുറവാണെങ്കിലാണ് ഗുഡ് വിൽ വരിക. ഇനി ഈ നെറ്റ് അസറ്റ് ഇതിനെക്കാട്ടിയും കൂടുകയാണെങ്കിൽ, കൺസിഡറേഷനെക്കാട്ടിയും കൂടുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവ് ആയിട്ടാണ് മാറുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് അക്വയർഡ് 75% ഓഫ് വൈ ലിമിറ്റഡ് ഓൺ പേയ്മെൻറ്റ് ഓഫ് എ കൺസിഡറേഷൻ ഓഫ് ₹26,20,000. The value of non-controlling interest is. നമുക്ക് ഇനി അടുത്ത സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ, ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഗുഡ് വിൽ എന്നറിയപ്പെടുന്ന കോസ്റ്റ് ഓഫ് കൺട്രോൾ, അതിന് 2 പേരുണ്ട്. ഒന്നുകിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അതിനെ ഗുഡ് വിൽ എന്നും വിളിക്കാം. അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്, അത് വേറെ തന്നെ സംഗതിയാണ്. ഗുഡ് വില്ലിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന സംഗതിയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. അത് നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. ആസ് പെർ ഇൻഡ് AS 103 ദി അക്വയറർ ഷാൽ റെക്കഗ്നൈസ് ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. ഇൻഡ് AS 3 പ്രകാരം അക്വയറർ ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് റെക്കഗ്നൈസ് ചെയ്യണം, തിരിച്ചറിയണം. ഓക്കെ, ബാർഗെയിൻ പർച്ചേസ് പ്രൈസ്. ആസ് ഓഫ് ദ അക്വിസിഷൻ ഡേറ്റ് ഗുഡ് is equal to aggregate of. എന്താണ് ഗുഡ് വിൽ എന്ന് വെച്ചാൽ? അഗ്രിഗേറ്റ് ഓഫ് കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്, അതായത് ഒരു കമ്പനി ഏറ്റെടുക്കുന്ന നേരത്ത് കൊടുക്കുന്ന കൺസിഡറേഷൻ ട്രാൻസ്ഫർ ചെയ്തത്, ആൻഡ് എമൗണ്ട് ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, അതായത് ഇവർ ക്യാഷായിട്ടോ അല്ലെങ്കിൽ ഷെയർ ആയിട്ടോ ഒക്കെ ആയിരിക്കും എന്തെങ്കിലും ഒരു സംഗതി കൊടുത്തിട്ട് ഈ ഒരു കമ്പനി ഏറ്റെടുക്കുക. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്തത് എഴുതി വെക്കുക. അതേപോലെ ആ കമ്പനിയിലുള്ള മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നോക്കുക. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുകയെന്ന് വെച്ചാൽ മൈനസ് നെറ്റ് ആക്വിസിഷൻ ഡേറ്റ് എമൗണ്ട് ഓഫ് ഐഡൻറ്റിഫയബിൾ അസറ്റ് എക്വയർഡ് ആൻഡ് ലയബിലിറ്റീസ് അസ്യൂംഡ്. അപ്പോൾ ഇത് രണ്ടും ആദ്യം ആഡ് ചെയ്തതിന് ശേഷം ലയബിലിറ്റിയും അസറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് അസറ്റ് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുക, അതിൽ നിന്ന് ഓരോ ലയബിലിറ്റീസും മൈനസ് ചെയ്യാം, ടോട്ടൽ ലയബിലിറ്റി അതിൽ നിന്ന് മൈനസ് ചെയ്യാം. ഇത് രണ്ടും കൂടി ഡിഫറൻസ് വരുമ്പോൾ ഇതാണ് കൂടുതലെങ്കിൽ, ഈ ഐറ്റംസ് ആണ് കൂടുതലെങ്കിൽ അവിടെ ഗുഡ് വിൽ വരും. ഈ ഐറ്റംസ് കുറവാണെങ്കിൽ അതായത് ഇത് രണ്ടുമാണ് കൂടുതലെങ്കിൽ അവിടെ ക്യാപിറ്റൽ റിസർവ് വരും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചോദ്യം ശ്രദ്ധിക്കാം. ഓക്കെ, എക്സാമ്പിൾ 5. എക്സ് ലിമിറ്റഡ് അക്വയർഡ് 75% ഓഫ് വൈ ലിമിറ്റഡ് ഓൺ പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ ഓഫ്
26,20,000. എക്സ് ലിമിറ്റഡ് വൈ ലിമിറ്റഡിൻ്റെ 75% ഷെയർ വാങ്ങിയിട്ടുണ്ട്. അതിന് ബദലായിട്ട് കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ക്യാഷായിട്ട് 26,20,000 രൂപയാണ്. ദി വാല്യൂ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈസ് 4,60,000. ഇതിൻ്റെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ 4,60,000 രൂപയാണ്. ദി നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ്സ് ഓഫ് വൈ ലിമിറ്റഡ് ഈസ് വാല്യൂഡ് അറ്റ് 29 lakh. അതായത് ഇതിൻ്റെ നെറ്റ് അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറച്ച് കിട്ടിയ എമൗണ്ട് 29 ലക്ഷമാണ്. കമ്പ്യൂട്ട് ദി എമൗണ്ട് ഓഫ് ഗുഡ് വിൽ. ഇവിടെ ഗുഡ് വില്ലിൻ്റെ എമൗണ്ടാണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു എമൗണ്ട് 29,20,000 ഇവിടെ എഴുതി വെക്കുക. കൺസിഡറേഷൻ പെയ്ഡ് അല്ലെങ്കിൽ പേയബിൾ അല്ലെങ്കിൽ പെയ്ഡ്. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എഴുതി വെക്കുക. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് 4,60,000 എഴുതി വെക്കുക. രണ്ടും കൂടി ടോട്ടൽ ചെയ്യുക. അതിൽ നിന്ന് നെറ്റ് ചെയ്യുന്നതിന് ചുറ്റും ഒരു ബ്രാക്കറ്റ് ഇടുന്നത് നല്ലതാണ് അക്കൗണ്ടിങ്ങിൽ. 30,80,000 നിന്ന് 29 ലക്ഷം മൈനസ് ചെയ്താൽ 1,80,000 രൂപ ഗുഡ് വില്ലാണ് വരിക. ഈ എമൗണ്ട് കൂടുതലായിരുന്നെങ്കിൽ ഇവിടെ ഗുഡ് വില്ലിന് പകരം എന്ത് ചെയ്തും ക്യാപിറ്റൽ റിസർവ് എന്ന് എഴുതുമായിരുന്നു. ഓക്കെ ഓക്കെ സെറ്റ് ഓഫ് 3 is more than the aggregate of consideration payable and non-controlling interest. ദി റിസൾട്ട് ഈസ് ക്യാപിറ്റൽ റിസർവ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ബാർഗെയിൻ പർച്ചേസ് പ്രൈസ് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സാമ്പിൾ 6 പറയുന്നത് ചന്ദ്ര ലിമിറ്റഡ് അക്വയർഡ് 80% ഓഫ് NK ലിമിറ്റഡ്. അതായത് NK ലിമിറ്റഡിൻ്റെ 80% ഷെയർ ചന്ദ്ര ലിമിറ്റഡ് വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്ര ലിമിറ്റഡ് ആണ് പാരൻറ്റ് കമ്പനി, NK ലിമിറ്റഡ് ആണ് സബ്സിഡറി കമ്പനി. ഫോർ എ കൺസിഡറേഷൻ ഓഫ് 8,75,000. ഇതിൻ്റെ കൺസിഡറേഷനായി വന്നിരിക്കുന്നത് 8,75,000 രൂപയാണ്. ദി എമൗണ്ട് ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഈസ് 2,60,000. ദി നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ഈസ് 12 lakh. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആദ്യം ആഡ് ചെയ്യുക. ഈ കൺസിഡറേഷനും ഈ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൺസിഡറേഷൻ പേയബിൾ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ടോട്ടൽ കിട്ടും. ആ ടോട്ടലിൽ നിന്ന് എന്താണ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവും ഈ ടോട്ടൽ ഈ നമ്മുടെ നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റിനെക്കാട്ടും കുറവാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നത് 65,000 ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ബാർഗെയിൻ പർച്ചേസ് പ്രൈസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാനായിട്ടുണ്ട്. എക്സാമ്പിൾ 7. എ ലിമിറ്റഡ് എക്വയർഡ് 80% ഓഫ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 80% എക്വയർ ചെയ്തിട്ടുണ്ട്. ഓൺ പേയ്മെൻറ്റ് ഇൻ ക്യാഷ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 120 കോടിയാണ്. ദി എമൗണ്ട് ഓഫ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ഓഫ് ബി ലിമിറ്റഡ് ഈസ് 130 crore. 130 കോടിയാണ് നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ഉള്ളത്. ഓക്കെ, ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ബാർഗെയിൻ പർച്ചേസ് പ്രൈസ്. ഓൾസോ ഗീവ് ജേണൽ എൻട്രി. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഗുഡ് വിൽ ആണോ ബാർഗെയിൻ പർച്ചേസ് പ്രൈസ് എന്നറിയപ്പെടുന്ന ക്യാപിറ്റൽ റിസർവ് ആണോ ഇവിടെ ഉള്ളതെന്ന് ആദ്യം ഡിറ്റർമിൻ ചെയ്യുക. എന്നിട്ട് അതുകൂടാതെ ഇവിടെ എന്ത് ചെയ്യണം, നമുക്കിവിടെ അതിൻ്റെ ജേണൽ എൻട്രിയും കൂടി എഴുതാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ജേണൽ എൻട്രി എങ്ങനെ എഴുതാന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ അക്വയർ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഓഫ് ഷെയർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർ എത്രയാണ്, 80%. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്ര വരിക, 20% വരിക. ബാക്കി 20% ഷെയറുകൾ എന്താണ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്, ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അക്കോർഡിംഗ് ടു പ്രൊപ്പോർഷണേറ്റ് ഷെയർ മെത്തേഡ് നമുക്കറിയാം നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 20% എടുത്താൽ മതി. അപ്പോൾ അതായിരിക്കും മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. നെറ്റ് അസറ്റിൻ്റെ 80% അക്വയറിംഗ് കമ്പനി അതായത് ഇൻവെസ്റ്റർ കമ്പനീൻ്റെ കയ്യിലുണ്ടാവുക. അതായത് എ ലിമിറ്റഡ് ആണ്, 80% അവകാശം അവർക്കാണ്. ബാക്കിയുള്ള നെറ്റ് അസറ്റിൻ്റെ 20% അവകാശം മൈനോറിറ്റി ഇൻട്രസ്റ്റിനാണ്. ഓക്കെ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ 130ൻ്റെ 20% കാണുക, അത് എത്രയാണ്, 26 കോടി വരും. ഓക്കെ, അപ്പോൾ ഗുഡ് വിൽ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ 120 അതിൻ്റെ കൂടെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, നമ്മുടെ നെറ്റ് അസറ്റിൻ്റെ വാല്യൂ മൈനസ് ചെയ്താൽ 16 കോടി വരും. അപ്പോൾ ഇതാണ് കൂടുതൽ, 146 ഇവിടെ വരും. ഇവിടെ ഇത് കുറവാണ്, നെറ്റ് അസറ്റിൻ്റെ വാല്യൂ കുറവാണ്. അതുകൊണ്ട് തന്നെ ഗുഡ് വിൽ വരിക, ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ബാർഗെയിൻ പർച്ചേസ് പ്രൈസ് അല്ല വരിക, ഗുഡ് വിൽ തന്നെയാണ് വരിക. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രിയാണ് ഇനി അടുത്ത് നോക്കാനായിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി കൊടുത്തിട്ടുണ്ട്. നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് എന്താ ചെയ്യേണ്ടത്, അത് ഡെബിറ്റാണ് ചെയ്യേണ്ടത്. നെറ്റ് ഐഡൻറ്റിഫയബിൾ അസറ്റ് ഡെറ്റർ, ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ് 16 crore ആണ്. ടു എന്താണ് കൺസിഡറേഷൻ പേയബിൾ 120 crore, ടു നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് 26 crore. ഓക്കെ, ഇതുകൂടാതെ ഇതിപ്പോൾ ക്യാപിറ്റൽ റിസർവ് ആയിരുന്നെങ്കിൽ എവിടെ അതിൻ്റെ ജേണൽ എൻട്രി വരിക, ഇതിപ്പോൾ എൻട്രി ആകുമ്പോൾ ഇവിടെ ആയിരിക്കും ക്രെഡിറ്റിലാണ് എൻട്രി വരിക, അല്ലെങ്കിൽ അക്കൗണ്ട് ക്രെഡിറ്റിലാണ് വരിക. ഓക്കെ,
അപ്പോൾ ഇത്രയും പോർഷൻസ് ഈ ക്ലാസ്സിൽ നോക്കാം, ബാക്കിയുള്ള നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.